സമീപകാല ഇസ്രായേൽ ഇറാൻ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധം വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ പ്രാധാന്യം ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇപ്പോൾ യുദ്ധം ചാവേർ ഡ്രോണുകൾ, പ്രസിഷൻ മിസൈലുകൾ, യുദ്ധവിമാനങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് നടത്തുന്നത്. അവ സമീപകാല യുദ്ധങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടതുപോലെ സൈനിക താവളങ്ങളെയും നഗരങ്ങളെയും സാരമായി നശിപ്പിക്കുന്നു. വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇസ്രായേൽ മികച്ച ഉദാഹരണമാണ്. കാരണം അയൺ ഡോം അതിൻ്റെ കഴിവ് പ്രകടിപ്പിച്ചു. ഇറാൻ വിക്ഷേപിച്ച മിക്കവാറും എല്ലാ മിസൈലുകളെയും ഡ്രോണുകളെയും തടഞ്ഞു നിർത്തി നശിപ്പിച്ചു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ പോലും ഇന്ത്യൻ സായുധ സേനയുടെ റഷ്യയിൽ നിർമ്മിച്ച S-400 ഇന്ത്യയുടെ ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റവും പാകിസ്ഥാൻ്റെ ചാവേർ ഡ്രോണുകളെയും മിസൈലുകളെയും വിജയകരമായി തടഞ്ഞു. നിർണായക സൈനിക താവളങ്ങൾ സംരക്ഷിച്ചു. ലോകത്തിലെ ഏറ്റവും ശക്തമായ 10 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. S-400 ട്രയംഫ് റഷ്യയിൽ നിർമ്മിച്ച S-400 ലോകത്തിലെ ഏറ്റവും ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനമാണ്. ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഇത് ഉപയോഗിക്കുന്നു. റഷ്യൻ അൽമാസ് സെൻട്രൽ ഡിസൈൻ ബ്യൂറോ വികസിപ്പിച്ച S-400 റഡാർ ഡിറ്റക്ഷൻ, ടാർഗറ്റിംഗ് സിസ്റ്റങ്ങൾ, വിമാന വിരുദ്ധ മിസൈൽ സംവിധാനങ്ങൾ, ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്റർ എന്നിവയുൾപ്പെടെ ഒന്നിലധികം പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ കഴിയും. സൂയിസൈഡ് ഡ്രോണുകൾ, ക്രൂയിസ് മിസൈലുകൾ, റോക്കറ്റുകൾ എന്നിവയുൾപ്പെടെ ഒന്നിലധികം ഭീഷണികളെ നേരിടാൻ S-400 കഴിയും. ഇതിന് പരമാവധി 56 കിലോമീറ്റർ ഉയരത്തിൽ പ്രവർത്തിക്കാൻ കഴിയും. ആധുനിക സ്റ്റെൽത്ത് വിമാനങ്ങളും ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് കണ്ടെത്താനാകും. അടുത്തത് ഡേവിഡ് സ്ലിംഗ് ഇസ്രായേൽ. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി വികസിപ്പിച്ചെടുത്തതാണ് ഡേവിഡ് സ്ലിംഗ് വ്യോമ പ്രതിരോധ സംവിധാനം. നിലവിൽ ഇസ്രായേൽ പ്രതിരോധ സേന മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇസ്രായേലി നഗരങ്ങളെ ഇടത്തരം ഭീഷണികളിൽ നിന്ന് സംരക്ഷിക്കുന്ന ശക്തമായ അയൺ ഡോം, ലോങ് റേഞ്ച് ആരോ ഡിഫൻസ് സിസ്റ്റം എന്നിവയുമായി ഡേവിഡ് സ്ലിംഗ് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നു. വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ ഇടത്തരം മുതൽ ദീർഘദൂര ആൻറ്റി ബാലിസ്റ്റിക് മിസൈലുകളും ഉപരിതലത്തിൽ നിന്ന് വായുവിലേക്ക് വിക്ഷേപിക്കുന്ന മിസൈൽ സംവിധാനങ്ങളും ഉൾപ്പെടുന്നു. 300 കിലോമീറ്റർ വരെ റേഞ്ചുള്ള ഇതിൽ സ്റ്റണ്ണർ ഇൻ്റർസെപ്റ്റർ മിസൈൽ ഉപയോഗിക്കുന്നു. അടുത്തത് S-300BM റഷ്യയിലെ ഏറ്റവും ശക്തമായ രണ്ടാമത്തെ വ്യോമ പ്രതിരോധ സംവിധാനമാണിത്. ആൻറ്റി 2500 എന്നും അറിയപ്പെടുന്നു. ഈ സംവിധാനം എന്നും അറിയപ്പെടുന്ന ഈ സംവിധാനം അൽമാസ് ആൻഡ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. S-300BM ഒരു ദീർഘദൂര മൾട്ടി ചാനൽ ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനമാണ്. ഇടത്തരം ബാലിസ്റ്റിക് മിസൈലുകൾ, എയറോ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ, ഫിക്സഡ് വിങ് എയർക്രാഫ്റ്റ്, ഗൈഡഡ് മിസൈലുകൾ എന്നിവ തടസ്സപ്പെടുത്താനും നശിപ്പിക്കാനും ഈ വ്യോമ പ്രതിരോധ സിസ്റ്റത്തിന് സാധിക്കും. അടുത്തത് ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് THAAD USA. ശത്രുക്കളുടെ ഭീഷണികളിൽ നിന്ന് സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു അമേരിക്കൻ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനമാണ്. ടാക്ടിക്കൽ ആൻഡ് തിയേറ്റർ ബാലിസ്റ്റിക് മിസൈലുകളും ഇതിൽ ഉൾപ്പെടുന്നു. THAAD സംവിധാനത്തിന് 150 കിലോമീറ്റർ വരെ ഉയരത്തിൽ പ്രവർത്തിക്കാൻ കഴിയും. കൂടാതെ 200 കിലോമീറ്റർ വരെ റേഞ്ചുണ്ട്. അടുത്തത് MM-104 പാട്രിയറ്റ് USA. ലോകത്ത് വ്യാപകമായി ഉപയോഗിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നാണിത്. റേത്തിയോൺ, ലോക്ഹീഡ് മാർട്ടിൻ എന്നിവർ സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഇതിന് ഏകദേശം 170 കിലോമീറ്റർ റേഞ്ചുണ്ട്. പരമാവധി ഉയരം 24 കിലോമീറ്ററാണ്. തന്ത്രപരമായ ബാലിസ്റ്റിക് മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ, നൂതന വിമാനങ്ങൾ എന്നിവയെ തടസ്സപ്പെടുത്താനും നശിപ്പിക്കാനും ഇതിന് കഴിയും. അടുത്തത് HQ-9 ചൈന വികസിപ്പിച്ചെടുത്ത HQ-9 റഷ്യയുടെ S-300 പകർപ്പായി കണക്കാക്കപ്പെടുന്നു. വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, UAVകൾ, ക്രൂയിസ് മിസൈലുകൾ, തിയേറ്റർ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവ നശിപ്പിക്കാൻ ഇതിന് കഴിയും. വ്യോമാക്രമണ ഭീഷണികൾക്കെതിരെ പരമാവധി 125 കിലോമീറ്റർ റേഞ്ചുണ്ട്. 27 കിലോമീറ്റർ ഉയരത്തിലും എത്താൻ ഇതിൻ്റെ മിസൈലുകൾക്ക് സാധിക്കും. ആസ്റ്റർ 30 ഫ്രാൻസ്. യൂറോസോം അതായത് MBDA മിസൈൽ സിസ്റ്റംസ്, തേൽസ് എന്നിവയുടെ സംയുക്ത സംരംഭം. ഇവർ വികസിപ്പിച്ചെടുത്ത ആസ്റ്റർ 30 SAMB ഒരു മൊബൈൽ വിമാന വിരുദ്ധ പ്രതിരോധ സംവിധാനമാണ്. നിലവിൽ ഫ്രഞ്ച് സൈന്യം, ഫ്രഞ്ച് വ്യോമസേന, ഇറ്റാലിയൻ സൈന്യം, സിംഗപ്പൂർ വ്യോമസേന, മറ്റു രാജ്യങ്ങൾ എന്നിവ ഈ വ്യോമ പ്രതിരോധ സിസ്റ്റം ഉപയോഗിക്കുന്നു. അടുത്തത് മീഡിയം എലോണേറ്റഡ് എയർ ഡിഫൻസ് സിസ്റ്റം. അത് ഉപയോഗിക്കുന്നത് US, ജർമ്മനി, ഇറ്റലി.
US, ജർമ്മനി, ഇറ്റലി എന്നിവ സംയുക്തമായി വികസിപ്പിച്ചെടുത്ത മീഡിയം എലോണേറ്റഡ് എയർ ഡിഫൻസ് സിസ്റ്റം പാട്രിയോട്ടിക് മിസൈൽ സംവിധാനത്തിന് പകരമായി രൂപകൽപ്പന ചെയ്ത ഒരു ഗ്രൗണ്ട് മൊബൈൽ എയർ ഡിഫൻസ് സിസ്റ്റമാണ് ബാരക് 8. ഇന്ത്യ, ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രിയും ഇന്ത്യയുടെ DRDOയും ചേർന്നാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ഡ്രോണുകൾ, വിമാനങ്ങൾ, മിസൈലുകൾ എന്നിവയുൾപ്പെടെ ഒന്നിലധികം വ്യോമ ഭീഷണികൾക്കെതിരെ ബാരക് 8 360 ഡിഗ്രി പ്രതിരോധം നൽകുന്നു. എല്ലാ കാലാവസ്ഥയിലും ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളെ തകർക്കാൻ ഇതിന് സാധിക്കും. അടുത്തത് അയൺ ഡോം, ഇസ്രായേൽ. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ വ്യോമ പ്രതിരോധ സിസ്റ്റമാണ് അയൺ ഡോം. ഹ്രസ്വ ദൂര കര വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുള്ള അയൺ ഡോമിന് 70 കിലോമീറ്റർ വരെ റേഞ്ച് ഉണ്ട്. ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസും റഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റവും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഇത് ഡ്രോണുകൾ, യുദ്ധവിമാനങ്ങൾ, മിസൈലുകൾ തുടങ്ങിയ വ്യോമ ഭീഷണികളെ നശിപ്പിക്കാൻ കഴിവുള്ള ടാമിർ മിസൈൽ ഇൻ്റർസെപ്റ്ററാണ് ഉപയോഗിക്കുന്നത്. ഇനി വ്യോമ പ്രതിരോധ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ചില ഇന്ത്യൻ വാർത്തകൾ. ഇന്ത്യ ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തമായ വ്യോമ പ്രതിരോധ സിസ്റ്റമാണ് S-400 ട്രയംഫ് എന്ന് നമുക്കറിയാം. റഷ്യയാണ് ഇന്ത്യക്ക് അത് നൽകിയത്. ഇനി ശേഷിക്കുന്ന 2 S-400 ട്രയംഫ് സിസ്റ്റങ്ങൾ ഇന്ത്യക്ക് അവർ കൈമാറാനുണ്ട്. ശേഷിക്കുന്ന ആ 2 സ്ക്വാഡ്രനുകൾ 2026-27 ഇന്ത്യക്ക് കൈമാറാമെന്ന് റഷ്യ പറഞ്ഞിട്ടുണ്ട്. ഈയിടെ നടന്ന ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷനിലെ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിലാണ് റഷ്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് ഉറപ്പ് നൽകിയത്. ഇക്കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെതിരെ നിർണായകമായ പങ്കുവഹിച്ച വ്യോമ പ്രതിരോധ സംവിധാനമായിരുന്നു S-400 ട്രയംഫ്. ഈ സംവിധാനത്തിൻ്റെ മികവുറ്റ കരുത്തിൽ പാകിസ്ഥാന്റെ നിരവധി മിസൈലുകൾ ഇന്ത്യ തകർത്തിരുന്നു. 2026-27 ആകുമ്പോഴേക്കും ശേഷിക്കുന്ന 2 സ്ക്വാഡ്രനുകൾ ഇന്ത്യക്ക് നൽകാമെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രി ആൻഡ്രി ബെലോസോവ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് ഉറപ്പ് നൽകി. നിലവിൽ S-400ന്റെ 3 സ്ക്വാഡ്രനുകളാണ് ഇന്ത്യ ഉപയോഗിക്കുന്നത്. 2023 അവസാനത്തോടെ 2018 റഷ്യയുമായി ഒപ്പുവെച്ച 40,000 കോടി രൂപയുടെ കരാർ അനുസരിച്ച് 5 സ്ക്വാഡ്രനുകളും ഇന്ത്യക്ക് റഷ്യ നൽകണമായിരുന്നു. എന്നാൽ റഷ്യ ഉക്രൈൻ യുദ്ധം കാരണം ബാക്കി 2 സ്ക്വാഡ്രനുകൾ ഇന്ത്യക്ക് കൈമാറുന്നത് വൈകി. റഷ്യ തരാനുള്ള 2 സ്ക്വാഡ്രനുകളിൽ ആദ്യത്തേത്, അതായത് 5 എണ്ണത്തിൽ 4-മത്തേത് അടുത്ത വർഷവും 5-മത്തേത് 2027 ഇന്ത്യക്ക് ലഭിച്ചേക്കും. എന്നാൽ ഇന്ത്യ സ്വന്തമായി ചില വ്യോമ പ്രതിരോധ സിസ്റ്റങ്ങൾ വികസിപ്പിച്ചെടുക്കുകയാണ്. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന DRDO പ്രോജക്റ്റ് കുഷയ്ക്ക് കീഴിലാണ് ഇത് വികസിപ്പിക്കുന്നത്. അത് 350 കിലോമീറ്റർ ദൂരപരിധിയുള്ള വ്യോമ പ്രതിരോധ സിസ്റ്റമാണ് വികസിപ്പിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി 5 സ്ക്വാഡ്രനുകൾ DRDO തയ്യാറാക്കി നൽകുന്നതാണ്. ഇതിന് 21,700 കോടി രൂപയാണ് ചിലവ്. 2028-29 ഈ സംവിധാനം പ്രവർത്തനക്ഷമമാക്കുമെന്ന് മാധ്യമങ്ങൾ പറയുന്നു.